ജമ്പിങ് ഈസ് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത്. തുള്ളൽ ശരീരത്തിന് ഹാനികരമല്ല. കുട്ടിക്കാലത്തെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും ആകാശത്ത് ഇങ്ങനെ നോക്കിക്കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശ്രീകുമാർ. ജെയിംസ് ബോണ്ട് പേര് പറയും പോലെ ഒരു ഗും വേണമല്ലോ. ശരിക്കും സ്കൂളിൽ എൻ്റെ പേര് പത്മകുമാർ എന്നായിരുന്നു. എല്ലാവരും എന്നെ പത്മ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ അച്ഛൻ എൻ്റെ പേര് മാറ്റി ശ്രീകുമാർ എന്നൊരു പുതിയ പേരിട്ടു. സത്യം പറഞ്ഞാൽ പഴവങ്ങാടി ഗണപതി ഒഴിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേരാണ് ശ്രീകുമാർ. സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ജീവിതത്തിൽ എത്തിയപ്പോൾ പഠിത്തത്തിന് അത്ര പ്രാമുഖ്യം ഞാൻ നൽകിയിരുന്നില്ല. കൂടുതലും വൺ വേ പ്രേമങ്ങൾക്കായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ വിഷമങ്ങളും പിന്നീട് ആലോചിക്കുമ്പോൾ എത്ര മധുരമായിരുന്നു എന്ന തോന്നലും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. കോളേജ് ജീവിതം കഴിഞ്ഞ് എനിക്ക് ആദ്യം വിദേശത്താണ് ജോലി കിട്ടിയത്, ദുബായിൽ. അവിടെ എനിക്കൊരു ശ്രീലങ്കൻ സുഹൃത്തുണ്ടായിരുന്നു, ദുലഞ്ജന. എൻ്റെ പേരിനൊരു അംഗീകാരം കിട്ടിയത് ആ സുഹൃത്തിലൂടെയായിരുന്നു. ആ സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നത് തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ ശ്രീകുമാരെ എന്നല്ല, സിരികുമാർ എന്നായിരുന്നു. വിദേശ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ വന്ന് ഭാഗ്യമെന്ന് പറയട്ടെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ വിവാഹം ചെയ്തു. ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു. മകന്റെ പേര് എല്ലാവരും കൊള്ളാലോ, നല്ല പേര് കേട്ടോ എന്ന് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ അവന് ദേവദേവൻ എന്ന് പേരിട്ടു. ദേവദേവൻ ഒരു പാവമായിരുന്നു, പക്ഷേ അവനെ ഉറക്കുവാൻ എനിക്ക് മാത്രമേ കഴിയൂ. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം. എന്തോ അങ്ങനെ തുള്ളി 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 ഞാൻ ചെന്നെത്തിയത് കേരള ഹൈ ജമ്പ് ടീമിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റാണ്. ആ മെഡലുമായി സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ ചെന്നെത്തി. വീട്ടിലെത്തി ഭാര്യയെ കണ്ട് ഞാൻ നാടകീയമായി സംസാരിക്കാൻ തുടങ്ങി. എന്റെ സഹധർമ്മിണിയുടെ മുമ്പിൽ മെഡലുമായി വന്നു നിൽക്കുമ്പോൾ നിന്റെ മുഖത്ത് താമരപ്പൂ വിടരുന്ന പോലുള്ള സന്തോഷം നാം കാണുന്നു. നിന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുകയാണ്. അത് പറയാനായി നീ വെമ്പുകയാണ്. പറയൂ, എന്നോട് പറയൂ, എല്ലാം തുറന്നു പറയൂ. ആദ്യം മധുരം ഒന്ന് കഴിക്കൂ. ചേട്ടാ, ഞാൻ പ്രഗ്നന്റ് ആണേ. അങ്ങനെ ഞങ്ങൾക്ക് ഇരട്ട പെൺകുട്ടികൾ ജനിച്ചു. എന്തോ ഞാൻ ഹൈ ജമ്പിൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടാനായുള്ള പരിശീലനം ആരംഭിച്ചു.